ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് മലബാർ സ്പെഷ്യൽ പഴം നിറച്ചത് തയ്യാറാക്കിയാലോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ആവശ്യത്തിനുള്ള നട്ട്സ്, ഉണക്കമുന്തിരി, പഞ്ചസാര, അതേപോലെ തന്നെ ഏലക്കാപ്പൊടി. അതിനുശേഷം നമ്മളിത് നെയ്ക്കകത്താണ് തയ്യാറാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നെയ്യ് വേണം, തേങ്ങ ചിരവിയത് വേണം, ഗോതമ്പ് മാവ് അരിപ്പൊടിയും കൂടി കലക്കി വെച്ചിരിക്കുന്നൊരു മിശ്രിതം വേണം. അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്തത് ഇതേപോലത്തെ പഴം വേണം. മുഴുവനായിട്ട് വേണ്ട, നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രം ഉപയോഗിച്ചാൽ മതി. ആദ്യം തന്നെ ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ആ ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ചിരകി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു തേങ്ങ ചിരകിയതിലെ ആ ഒരു വെള്ളമായി ഒന്ന് ഡ്രൈ ആയി വരണം, അത്രയേ വേണ്ടുള്ളൂ. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മളുടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ആ ഒരു മണം ഭയങ്കരമാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിവിടെ 2 ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. എനിക്ക് അത്രയും മധുരം ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഏത്തക്കയുടെ തൊലിയൊക്കെ ഇതേപോലെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് പാലും തലയൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ നടുവേ ഇതേപോലൊരു വരയിട്ട് കൊടുക്കാതെ ഒരു ചെറിയ ഹോളാക്കി എടുക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ളത്രയും ഏത്തക്ക അതേപോലെ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാവേ. ഇനി നമ്മൾ ഈ ഒരു ഹോളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ, അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത്രയേ വേണ്ടുള്ളൂ, ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെയും അരിപ്പൊടിയുടെയും ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഭാഗം, ആ വെട്ട് വന്നിരിക്കുന്ന ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ക്ലോസ് ചെയ്തത് ഇതേപോലെ ഒന്ന് എടുക്കണം. ഇതിന് ശേഷം നമുക്ക് വീണ്ടും പാൻ അടുപ്പയിലോട്ട് വെച്ചിട്ട് നമുക്ക് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ നെയ്യിലിട്ടിട്ട് നമ്മുടെ ഈ ഒരു റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏത്തക്ക ഉണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. കരിയാണ്ട് നോക്കണം കേട്ടോ, കരിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പോവാം. ഒന്നാമതേ പഴുത്ത പഴം ആയതുകൊണ്ട് വേഗം കരിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പം എല്ലാ സൈഡും വെന്ത് കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ മലബാർ സ്പെഷ്യൽ പഴം നിറച്ചത്. ഞാനപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. എൻ്റെ ചേച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നു, അവൾ പറഞ്ഞു നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇത് ഡയറക്റ്റ് എടുത്ത് ആറാണ്ടെടുത്ത് കഴിക്കരുത്, നാവ് പൊള്ളിപ്പോവും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. കാണുമ്പോൾ തന്നെ എനിക്ക് കൊതി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപാര ടേസ്റ്റുള്ളൊരു ഐറ്റം കേട്ടോ. മലബാർ സ്പെഷ്യൽ ഐറ്റം തന്നെയാണെന്ന് നമുക്ക് പറയാം. എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു, ഞാൻ അവനും കൂടെ ഇതേപോലെ ചൂടൊക്കെ കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനും കഴിച്ച് നോക്കിയിട്ട് അടിപൊളിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.